ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റിംഗ് എന്നൊരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് വ്യക്തമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് രീതിയിലാണ് ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടേം വളരെയധികം ഫെമിലിയർ ആണ്. ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന പേരിൽ ബെഞ്ചമിൻ ഗ്രഹാം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് 1947. ഇന്നും ChatGPT പോലും നമ്മളൊരു ബെസ്റ്റ് ട്രേഡിംഗ് ബുക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ഈ ഒരു ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, വളരെ റീസെൻ്റായിട്ട് ഞാൻ വായിച്ച ഒരുപാട് ബുക്കിൽ നിന്നെല്ലാം തന്നെ എനിക്ക് കിട്ടിയ ആ ഒരു കോർ ഐഡിയ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെയും അതല്ലെങ്കിൽ ഈ സിമിലർ ആയിട്ടുള്ള എല്ലാ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കിൻ്റെയും എല്ലാം തന്നെ ഒരു കോർ എലമെൻ്റ് എന്ന് പറയുന്നത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് പഠിക്കുന്നത് മാത്രമല്ല. സ്ട്രാറ്റജീസിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫണ്ടമെൻ്റൽ ആയിക്കോട്ടെ, ടെക്നിക്കൽ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതിനുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജീസ് എല്ലാം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. രാവിലെ മുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഓരോ സ്ട്രാറ്റജീസും നാളെ നമുക്ക് അത് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പാകപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സല്ല, എന്നാൽ അത്ര സിമ്പിളും അല്ല. അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു സുഹൃത്ത് പറഞ്ഞു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഭാഗ്യ പരീക്ഷണമല്ലേ എന്നുള്ള ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗ് ഒരു ഭാഗ്യ പരീക്ഷണമാണ് ട്രേഡിംഗ് എങ്കിൽ ഒരു കോയിൻ മുകളിലേക്കൊന്ന് ടോസ് ചെയ്യുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹെഡ് വന്ന് വീഴുമെന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടെയിലാണ് വന്നത്. നെക്സ്റ്റ് ടൈം നമ്മൾ വീണ്ടും അതേ കോയിൻ തന്നെ ടോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഹെഡ് വരാനുള്ള പ്രോബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? ഈവൻ തേർഡ് ടൈം നമ്മൾ വീണ്ടും അതേ കോയിൻ മുകളിലേക്ക് ടോസ് ചെയ്യുമ്പോൾ അപ്പോഴെങ്കിലും ഹെഡ് വരാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ട്രേഡിങ്ങിൽ അതല്ല. ട്രേഡിങ്ങിൽ അതായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ആളുകൾ 5% മാത്രമേ ഉള്ളൂ. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30% ആളുകളെങ്കിൽ കൂടിയും ഇവിടെ വിജയം കൈവരിച്ചതാണ്. അതല്ലാത്തത് എൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ 30% ആളുകളെങ്കിലും ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാണ്. പക്ഷേ നമുക്കറിയാം ഓരോ സമയത്തും സെബിയുടെ കണക്കുകൾ വരുമ്പോൾ നിയർലി ഒരു 5% ആളുകൾ മാത്രമാണ് ട്രേഡിങ്ങിൽ നിന്ന് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മളുടെ പ്രശ്നം കൊണ്ടല്ല, നമ്മളിൽ ഉള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് നാളെയും മറ്റന്നാളും എല്ലാം തന്നെ ട്രേഡിംഗ് ഒരു ഇൻകമായിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആദ്യമായിട്ട് ഇവിടെ ഇത്രയും പേര് ഇവിടെ വന്നു, ഏകദേശം ഒരു 1000 പേര് ഇവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും ഇതുപോലുള്ള ഈവൻറ്റുകൾ ഒരുപാട് ട്രേഡേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുള്ള എണ്ണം ഏകദേശം ഒരു 2.5 crores നിന്ന് കൊറോണയ്ക്ക് മുമ്പ് ഇപ്പോൾ അത് ഏകദേശം ഒരു 21 crores ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടുള്ള എണ്ണത്തിലെല്ലാം തന്നെ വളരെ ഭീകരമായ രീതിയിൽ സ്പൈക്ക് രേഖപ്പെടുത്തി. എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ ട്രേഡിങ്ങിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം ട്രേഡിങ് നമുക്ക് പാഷനേറ്റ് ആയതുകൊണ്ടല്ല, അതായത് ട്രേഡിങ്ങിനെ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മളുടെ നിലവിലുള്ള ജോബ്, ആ ജോബിൽ നിന്ന് കിട്ടുന്ന സാലറി, നമ്മൾ ഡ്രീം ചെയ്യുന്ന ആ ഒരു ലൈഫ് നമുക്ക് ആ ഒരു നിലവിലുള്ള ജോബിൽ നിന്ന് കിട്ടുന്ന സാലറി മീറ്റ് ചെയ്യില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ നിലവിലുള്ള ജോബിൽ കിട്ടുന്ന ഒരു ഫ്രീഡം, ആ ഒരു ഫ്രീഡത്തിനേക്കാൾ ഉപരി, അതായത് നിലവിലൊരു ജോബിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ബോസ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ബോസ് ഇല്ലാതെ നമ്മൾ തന്നെ നമ്മളെ ബോസ്, നമ്മൾ ഡ്രീം ചെയ്യുന്ന കാറ്, വീട്, കുട്ടികളുടെ നല്ലൊരു വിദ്യാഭ്യാസം, ഇതെല്ലാം തന്നെ നേടാനായിട്ട് സാധാരണ ഒരു പ്രൈവറ്റ് ജോബോ അല്ലെങ്കിൽ ഈവൻ ഗവൺമെൻറ് ജോബിൽ നിന്ന് കിട്ടുന്ന സാലറി തികയില്ല എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ട്രേഡിങ്ങിനെ ഇവിടെ ആരും പ്രണയിക്കണമെന്നില്ല. ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുള്ളതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ളത് ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഉദ്ദേശം വെച്ച് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരാണ്. ട്രേഡിങ്ങിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ബിഗിനേഴ്സ് സെലക്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇനീഷ്യലി നമുക്ക് കുറച്ച് പ്രോഫിറ്റൊക്കെ കിട്ടും. അതെല്ലാ ആളുകളുടെയും കാര്യത്തിൽ സെയിം ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഗ്രാജുവലി സംഭവിക്കുന്നത് ഗ്രാജുവലി നമുക്ക് ലോസ് ഉണ്ടാവും.
ലോസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് മുന്നിലേക്ക് ഒരു തടസ്സം വരുമ്പോൾ, ഒരാൾ കല്ലെടുത്തെറിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുക, ചിമ്മും അല്ലേ? അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ ലോസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മൈൻഡ് പ്രവർത്തിക്കുക. കാരണം നമ്മൾ ഡ്രീം ചെയ്ത ആ ഒരു ലൈഫിനൊരു ത്രെട്ടാണ് ഈ ഒരു വന്നിരിക്കുന്ന ലോസ്. അപ്പോൾ ഈ ഒരു ലോസിനെ നമുക്ക് ഓവർകം ചെയ്യണം. ആ ലോസിനെ ഓവർകം ചെയ്യണമെന്നുള്ള ആ ഒരു ചിന്തയുടെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യും. ആദ്യ ട്രേഡ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 80-85% വിന്നിങ് പ്രോബിലിറ്റി ഉള്ള ഒരു ട്രേഡായിരുന്നു ഫസ്റ്റ് ട്രേഡ്. ആ ഒരു ട്രേഡ് നമ്മൾ ലൂസ് ചെയ്തു. റീസൺ എന്തായിക്കോട്ടെ, ആ ഒരു ട്രേഡിൽ നമ്മൾ ലോസ് ഉണ്ടാക്കി. പക്ഷേ നെക്സ്റ്റ് ട്രേഡ്, അതായത് രണ്ടാമത് നമ്മൾ എടുക്കുന്ന ട്രേഡ് എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? ആദ്യത്തെ ട്രേഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോസിനെ മറികടക്കാൻ എടുക്കുന്നത്. കാരണം ആദ്യത്തെ ട്രേഡ് ഉണ്ടാക്കിയ ലോസ് നമ്മൾ ഡ്രീം ചെയ്ത നമ്മളെ ലൈഫിന് എതിരെയുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ട്രേഡ് എടുക്കും. രണ്ടാമത്തെ ട്രേഡ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തെ ട്രേഡ് ഉണ്ടാക്കുന്ന ലോസായിരിക്കും ആദ്യത്തെ ട്രേഡ് ഉണ്ടാക്കിയ ലോസിനേക്കാളും വളരെ വലിയ കൂടുതലായിട്ടുണ്ട ലോസ് അല്ലേ? അതായത് നമ്മൾ രണ്ടാമത് എടുത്ത ഒരു ലോസാണ് ആദ്യം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ലോസിനേക്കാളും വലിയൊരു ലോസ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെടും. എന്താ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, നമ്മൾ എന്താണോ തുടർച്ചയായിട്ട് ചെയ്യുന്നത് അത് നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അതായത് ലോസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മളൊരു ഹാബിറ്റായിട്ട് മാറും. അത് നമ്മളുടെ ഒരു സ്വഭാവമായിട്ട് മാറും. ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം എന്താ? നമ്മളൊരു കാര്യം തുടർച്ചയായിട്ട് ഒരു 21 ദിവസം ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്താൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. ലൈക്ക് നമ്മളൊരു ജിമ്മിൽ ഒരു തുടർച്ചയായിട്ട് 21 ദിവസം പോകുകയാണെങ്കിൽ നമ്മൾ 22ാമത്തെ ദിവസം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ജിമ്മിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മൾ തുടർച്ചയായിട്ട് ഒരു ലോസ് വരുത്തുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് പിന്നെ ഒരു പെയിനോട് കൂടിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിൽ വളരെയധികം പെയിൻ ഉണ്ട്. ആ ഒരു പെയിനോട് കൂടിയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അപ്പോൾ ഞാൻ എല്ലാ ആളുകളും അങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ളൊരു കുറ്റപ്പെടുത്തലല്ല, മറിച്ച് ഇത് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പൊടിക്കൈ കൂടി ഞാൻ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മളുടെ മനസ്സ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഗ്രീഡുണ്ട്, കൂടാതെ തന്നെ നമുക്ക് ഫിയർ ഉണ്ട്, ഫോമോ ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ ഈ ഒരു സിനാരിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഒരു വേട്ടക്കാരൻ ഒരു മൃഗത്തെ ഹണ്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു വേട്ടക്കാരൻ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒരു വേട്ടക്കാരൻ ഒരു മൃഗത്തെ ഹണ്ട് ചെയ്യാൻ പോവുകയാണ്. ഏത് രീതിയിലാണ് അയാൾ ഒരു മൃഗത്തെ ഹണ്ട് ചെയ്യുന്നത്? ആദ്യം തന്നെ ഒരു പൊസിഷൻ സെറ്റ് ചെയ്യും. ഒരു ഗണ്ണായിട്ട് ഒരു പൊസിഷൻ സെറ്റ് ചെയ്യും. അതിനുശേഷം അയാൾ ടാർഗറ്റ് ചെയ്ത ഒരു മൃഗം വരാനായിട്ട് വെയിറ്റ് ചെയ്യും. എത്ര നേരമായിരിക്കും ആ ഒരു മൃഗം, അതായത് ഒരു ക്ലോസ് റേഞ്ചിൽ അയാൾക്കൊരു ഷുവർ ഷോട്ടായിട്ട് ഒരു ഷോട്ട് കിട്ടണം. ആ ഒരു ഷോട്ടിൽ അയാൾക്ക് ആ ഒരു മൃഗത്തെ കൊല്ലണം. അതിന് വേണ്ടിയിട്ട് എത്രയോ മണിക്കൂറാണ് അയാൾ ആ മൃഗത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഷോട്ടിൽ ആ ഒരു മൃഗം മിസ്സായി. ലൈക്ക് ഈ ഒരു ഡീർ ഓടിപ്പോയി. എന്താ ചെയ്യുന്നത് വേട്ടക്കാരൻ? ഗണ്ണെടുത്തിട്ട് ചാടി ചടവറ വെടിവെക്കാന്നാണ് ചെയ്യുന്നത്? അല്ല, വേട്ടക്കാരൻ ചെയ്യുന്നത് എന്താ? വേട്ടക്കാരൻ അടുത്ത ഷോട്ടിന് വേണ്ടിയിട്ട് അതേ പ്രൊസീജിയർ ചെയ്യും, അതേപോലെ വെയിറ്റ് ചെയ്യും. അടുത്ത മൃഗം വരാനായിട്ട് അയാളുടെ ക്ലോസ് റേഞ്ചിൽ അടുത്ത അയാൾ ആഗ്രഹിച്ച മൃഗം വരാനായിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് ലോകത്തിലെ എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇനി ഒരു മൃഗം ഇരപിടിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഒരു മൃഗം ഇരപിടിക്കുന്നത് വളരെ ചാടി കയറി ആക്രമിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. വളരെ ക്ലോസ് റേഞ്ചിൽ അവനിക്ക് വേണ്ട ഇര വരുന്ന ആ ഒരു സിനാരിയോയിൽ മാത്രം അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ട്രേഡേഴ്സ് ചെയ്യുന്നത് അങ്ങനെയല്ല. ഒരു ലോസ് ഉണ്ടാകുമ്പോൾ ചാടി കയറി നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത വെടി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മളെ പഠനത്തിനോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പഠനം ഉണ്ടാവുള്ളൂ. കാരണം ആദ്യത്തെ ട്രേഡ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ലോസ് നമുക്ക് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണം. കാരണം നമ്മൾ ഡ്രീം ചെയ്ത ലൈഫിൻ്റെ ഒരു ത്രെട്ടാണ് ആദ്യത്തെ ലോസ്. അപ്പോൾ അത് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അടിമുടി നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ നമുക്കിതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇൻകമായിട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളാണ് ഞാൻ ഇന്ന് ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം രാവിലെ മുതൽ നിങ്ങൾ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള സ്ട്രാറ്റജീസ് കണ്ടു, ആൽഗോ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കണ്ടു. നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി സ്ട്രാറ്റജീസിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. നാളെ മുതൽ നമുക്കിത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നമുക്ക് കുറച്ചും കൂടി കൂർമ്മപ്പെടുത്താനായിട്ടുണ്ട്, കുറച്ചും കൂടി ഷാർപ്പൺ ചെയ്യണം നമ്മുടെ ചിന്തകളെ. അങ്ങനെയുള്ള ഒരു ടാറ്റിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഉള്ളത്, നമുക്ക് ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എൻവയോൺമെൻറ്റ് നമുക്ക് നമ്മുടെ ചുറ്റിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വളരെ നല്ല ഒരു റൂമിലിരുന്ന് വളരെ പീസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മളുടെ ചുറ്റിലും ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രധാനമായിട്ടും ട്രേഡിങ്ങിനെ നമ്മൾ ഇനീഷ്യലി ഇതിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഇതൊരു ആക്റ്റീവായി അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യേണ്ട. ട്രേഡിങ്ങിലേക്ക് നമ്മൾ പുതിയതായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് വേണ്ട, ഇതിനെ നമ്മളുടെ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ ഫീസ് കൊടുക്കാൻ നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന് വിജയിക്കണം, അല്ലെങ്കിൽ നമുക്ക് റെൻറ്റ് കൊടുക്കാൻ നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന് വിജയിക്കണം. ഇതെല്ലാം തന്നെ നമുക്ക് വളരെയധികം സ്ട്രെസ്സ് ഉയർത്തും. ട്രേഡിങ്ങിൽ നിന്ന് കാശ് എടുത്തിട്ട് എല്ലാ ആളുകളുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ നിന്ന് കാശ് എടുക്കുക എന്നുള്ളതാണ്, നമുക്ക് അറിയാം. പക്ഷേ ഇനി നമുക്ക് വളരെ അഗ്രസീവായിട്ട് ട്രേഡിങ്ങിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മളെ കുടുംബം പോറ്റേണ്ടതായിട്ടുള്ള ഒരു സിനാരിയോ ഉണ്ടാകുമ്പോൾ നമ്മളെ ട്രേഡ് വളരെയധികം സ്ട്രെസ്സാവും. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രേഡൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ട്രേഡിങ്ങിൽ നിന്ന് കാശ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ ട്രേഡിങ്ങിൽ നിന്ന് നമുക്ക് കാശ് എടുത്തിട്ട് നമുക്ക് EMI അല്ലെങ്കിൽ നമ്മൾ ഹോം ലോൺ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒന്ന് സംഭവിക്കുക, എല്ലാ ആളുകളും ലോസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഞാനിപ്പോൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം, പല ആളുകളും ഇപ്പോൾ മാർക്കറ്റിലുള്ള പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ സ്വർണം പണയം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് കാശ് പണയം വെച്ചിട്ടാണ്. പല സോഴ്സിൽ നിന്നും നമ്മൾ ഫണ്ട് കളക്ട് ചെയ്ത ഫണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളെ മനസ്സിലുണ്ട്, ഈ ഫണ്ടിൽ നിന്ന് ഇൻകം ഉണ്ടാക്കി ആദ്യം അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം, അതിനുശേഷം മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മളുടെ നിലവിലുള്ള ട്രേഡ് സെറ്റപ്പിനെ വളരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മളെ ബുദ്ധി പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഇതിനൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റണ്ട. പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി നമുക്ക് പിന്നീട് മാറ്റാനായിട്ട് സാധിക്കും, ഓഫ് കോഴ്സ് മാറ്റാൻ സാധിക്കും. പക്ഷേ ആദ്യം എന്താ വേണ്ടത്, ഇതിനൊരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റണം. അതിനർത്ഥം നമുക്കൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം വേണം. നിലവിലുള്ള ജോലി പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് ജമ്പ് ചെയ്യരുത്. നിലവിലുള്ള ജോലി നമ്മളെ ട്രേഡിങ്ങോടൊപ്പം തന്നെ പാരലി കൊണ്ടുപോകുക. അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമുക്ക് ട്രേഡ് ചെയ്യുക. ഏതൊരു അവസ്ഥയിലാണോ നമുക്ക് നിലവിലുള്ള ജോലി നമുക്ക് തരുന്ന സാലറിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡിങ്ങിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ആ ഒരു സമയത്ത് മാത്രം ചിന്തിച്ച് തുടങ്ങാൻ പാടുള്ളൂ. ട്രേഡിങ്ങിനെ എൻ്റെ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റണമെന്ന്. ഞാൻ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ കാണാറുണ്ട്. അവരെല്ലാം തന്നെ നിലവിലുള്ള പഠിത്തം കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്നു. വളരെയധികം ഡേഞ്ചറായിട്ടുള്ള കാരണം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് BSE തന്നെ 1867 സ്ഥാപിതമായതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പുരാതന എക്സ്ചേഞ്ച് നമ്മുടെ BSE. അതായത് മാർക്കറ്റ് അവിടെ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരം, പല ആളുകളും ഗൾഫിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ജോബൊക്കെ കിറ്റ് ചെയ്ത് വരുന്നുണ്ട്. നല്ല സാലറി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരം ലൈഫിൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. നമ്മുടെ സ്കില്ല് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന അവസരങ്ങൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു അവസരങ്ങളിൽ നമുക്ക് മാക്സിമം ഏൺ ചെയ്തതിന് ശേഷം മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇതിനെ ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം പതിയെ നമുക്കിതിനെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടും. സ്വാഭാവികമായിട്ടുള്ള ട്രേഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിൽ നമ്മൾ ഓർക്കുക. രണ്ടാമത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി ആക്ടിവിറ്റി ആയിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട. ഞാനൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ എൻ്റെ ഒരു അങ്കിള് ആക്സിഡൻ്റായിട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആക്സിഡൻറ്റ് കേസുകളും എടുക്കുന്നൊരു ഹോസ്പിറ്റലാണ്. വളരെ ഫേമസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാം. എൻ്റെ അങ്കിൾ ആക്സിഡൻ്റായിട്ട് ഞാനും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു ആ പയ്യൻ്റെ അനിയൻ സൈക്കിള് ആക്സിഡൻ്റായിട്ട് അവനെയും കയറ്റിയേക്കാം. അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിലെ പ്രത്യേകത, നമ്മളവിടെ
പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കാരണം സിസ്റ്റേഴ്സ് എല്ലാം തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും അവൻ അവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യുക. കാരണം എന്താ, അവനിക്ക് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം അഡിക്റ്റ് ആയിട്ടുണ്ട്. ഏത് സിനാരിയോയിൽ പോലും ആളുകൾ ട്രേഡ് ചെയ്യുക. നമ്മൾ ടൂർ പോകുമ്പോൾ ട്രേഡ് ചെയ്യാണ്. ട്രേഡ് ചെയ്യാതെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന പ്രശ്നം ട്രേഡ് നമ്മളുടെ ഒരു പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. ട്രേഡ് ഒരു പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഒരിക്കലും മാറ്റരുത്. ട്രേഡിങ് മാർക്കറ്റിനോടുള്ള പ്രണയിക്കരുത്. പല ആളുകളും പറയാറുണ്ട്, ശനി ഞായർ ദിവസങ്ങളിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിലാണ് ഇരിക്കാൻ പറ്റുള്ളൂ. അത്തരം സ്റ്റാറ്റസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനാ അങ്ങനെ? മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ക്യാഷ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു മാർഗ്ഗം മാത്രമാണ്. അല്ലാതെ മാർക്കറ്റിനോടൊരു പ്രണയം വേണ്ട. മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി ആക്ടിവിറ്റി ഒന്നുമല്ല. നമുക്ക് സമയമുണ്ടെങ്കിൽ, നമ്മൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. അല്ലാതെ ട്രേഡ് ചെയ്തേ പറ്റൂ എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറാണ്. അതിനർത്ഥം നമ്മൾ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതിനർത്ഥം നമ്മൾ ഇതിൽ എന്തോ നമുക്ക് മെൻ്റലി എന്തോ കിക്കാ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. മറ്റുള്ള ഏത് കിക്ക് കിട്ടുന്ന പദാർത്ഥം ഉപയോഗിക്കുന്നതിൻ്റെ എഫക്റ്റ് അവിടെ കിട്ടുന്നത്. അത്തരം ആളുകൾക്ക് ലാഭം നഷ്ടമല്ല വേണ്ടത്. അത്തരം ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻവോൾവ് ആയാൽ മതി. ജസ്റ്റ് റെഡ് ക്യാനിൽ കാണുക, ഗ്രീൻ ക്യാനിൽ കാണുക, ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക, ബൈ ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റിയിൽ അവർക്ക് ഇൻവോൾവ് ആവാം. പൈസയല്ല പ്രധാനം അവർക്ക്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മെയിൻ പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട് നമ്മുടെ ട്രേഡിങ്ങിനെ മാറ്റരുത് എന്നുള്ളതാണ്. മൂന്നാമതുള്ളത്, ഇപ്പോൾ രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ജേണൽ എഴുതണം എന്നുള്ളത്. ജേണൽ എഴുതുന്നതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്, നമ്മൾ ചെയ്തിട്ടുള്ള ട്രേഡ് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ചെയ്ത ട്രേഡുകളെല്ലാം തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ നമ്മളൊരു കോൺട്രാക്റ്റ് നമ്മളോട് എഴുതുക എന്ന് പറയുന്നത്, നമ്മളൊരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ. ട്രേഡ് ചെയ്യാനായിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ടാവും. ഈ ക്രൈറ്റീരിയ വരുമ്പോൾ മാത്രം ഞാൻ ട്രേഡ് ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെർബലി നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എഴുതി നമ്മൾ തന്നെ സൈൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ, നമ്മൾ ഉപബോധ മനസ്സിലേക്ക് ഇത് പതിയും. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ മാജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. ഈ ബിസിനസ് കോച്ചുകളെല്ലാം തന്നെ ഈ ക്ലാസ്സുകൾ എടുക്കാറുണ്ടല്ലോ. ഈ അത്തരം ക്ലാസ്സുകളിലെല്ലാം തന്നെ വരുന്ന ആളുകളെല്ലാം തന്നെ ഓൾറെഡി തന്നെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അവിടെ പറയുന്ന ആളെക്കാളും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ബിസിനസ് കോച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഇത് കേൾക്കാനും താല്പര്യപ്പെട്ട് ലക്ഷങ്ങളെല്ലാം തന്നെ സീറ്റ് ബുക്ക് ചെയ്ത ആളുകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നതെല്ലാം തന്നെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിനെ മാറ്റം വരുത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമ്മളുടെ ഹാബിറ്റിലെല്ലാം തന്നെ മാറ്റം വരുത്തും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മളോടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇതിലിരിക്കുന്ന കുറേ ആളുകൾക്ക് ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നാം. ഇത് ചെയ്ത പറ്റുമോ? പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. എന്താ ഞാൻ പറഞ്ഞത്, നമ്മളുടെ ട്രേഡ് സെറ്റപ്പ് വരുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുകയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളോട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ, കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുതി എന്നും സൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു രീതിയിൽ നമ്മൾ ഇത്തരത്തിൽ ഒരു കോൺട്രാക്റ്റ് നമ്മളോട് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റുകൾ വരുത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ ഒരു എൻട്രി കണ്ടീഷൻ നമ്മൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു എൻട്രി കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ സാധ്യത വളരെയധികം കൂടുതൽ. അപ്പോൾ ഇന്ന് തന്നെ ജസ്റ്റ് ഇതല്ലെങ്കിൽ സിമിലറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാബിറ്റായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോമിസ് നമ്മൾ സ്വയം ചെയ്യുക. ഇത്ര സ്റ്റോപ്പ് ലോസ് ഞാൻ വരുത്തുകയുള്ളൂ. അതാണ് ഞാൻ അടുത്തതായിട്ട് വരുന്നത്. അതായത് നമ്മളൊരു ട്രേഡ് എടുത്തു. ആ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം നമുക്കൊരു ലോസ് വന്നു എന്ന് കരുതുക. ഒരു ട്രേഡ് എടുത്തതിന് ശേഷം നമുക്ക് ലോസ് വന്ന് കരുതുക. ലോസ് വന്നാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ 2 പുഷപ്പ് ചെയ്യുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ഹെൽത്തിനെങ്കിലും അത് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഒരു ടീ ബ്രേക്ക് ആവാം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകുക. ഒരിക്കലും ഒരു ട്രേഡ് എടുത്തൊരു ലോസ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ട്രേഡ് എടുക്കരുത്. കാരണം അടുത്ത ട്രേഡ് എടുക്കുന്നത് നമ്മളല്ല, നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷനാണ്. അപ്പോൾ ഈ കാര്യം അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളല്ലേ? എന്താ, നിങ്ങളൊരു ട്രേഡ് എടുത്തു, ലോസ് ഉണ്ടാക്കി, അടുത്ത ട്രേഡ് എടുത്തോ, പക്ഷേ ഇമ്മീഡിയറ്റ് വേണ്ട. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമ്മളുടെ
തലച്ചോറ് വേറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും, വേറെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവും. വീണ്ടും നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു എൻട്രി കിട്ടും. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, പറ്റുമെങ്കിൽ നമ്മളോടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം. അത് പറ്റിയില്ലെങ്കിൽ, കാരണം നമ്മളെല്ലാ ആൾക്കാർക്കും നമ്മുടെ ഉള്ളിൽ വളരെയധികം മടിയുണ്ട്. അപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രേഡ് എടുത്താൽ അത് ലോസായ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്ത ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഒരു ഡെയിലി സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യണം. എന്താ ഡെയിലി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല. ഒരു ചാർട്ടിൻ്റെ ഒരു പ്രീവിയസ് ക്യാൻഡിലെ സ്റ്റോപ്പ് ലോസ് വെക്കുക, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡെയിലി സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് ഇതിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമാണ്. ഡെയിലി സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം സഹിക്കാൻ തയ്യാറായിട്ടുള്ള ലോസ് ആണ് ഡെയിലി സ്റ്റോപ്പ് ലോസ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ദിവസം 2000 രൂപയാണ്. 2000 രൂപ നമുക്ക് ലോസ് വരുമ്പോൾ, അതായത് ഒരു ട്രേഡ് ചെയ്ത് നമുക്ക് 2000 രൂപ ലോസ് വരുമ്പോൾ നമ്മൾ ട്രേഡ് അന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യും ഉള്ള ഒരു നിയമം നമ്മൾ പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ട്രേഡ് ചെയ്യും, 2000 രൂപ ലോസ് വരും, അന്നത്തെ ദിവസം വേറെ ഫർദർ ട്രേഡ് നമ്മൾ ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്ത ദിവസം നമ്മൾ വന്നു, ഒരു ട്രേഡ് ചെയ്തു, 2000 രൂപ ലോസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ 1:2 എന്ന് പറയുന്നത് എത്ര എമൗണ്ട്? 4000 രൂപ അല്ലേ? 2000 രൂപ ലോസ് വരുന്ന ആൾ എത്രയായിരിക്കണം പ്രോഫിറ്റ് എയിം ചെയ്യേണ്ടത്? 4000 രൂപ. അതായത് നെക്സ്റ്റ് ഡേ ട്രേഡിങ്ങിലേക്ക് വന്നു, ആദ്യ ട്രേഡിൽ ഒരു 4000 രൂപ പ്രോഫിറ്റ് കിട്ടി, വീണ്ടും ഒരു ട്രേഡ് എടുക്കാം. വീണ്ടും ഒരു ട്രേഡ് എടുത്ത് ലോസ് വന്നു. എത്ര നമ്മുടെ ഡെയിലി സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 2000 അല്ലേ? അപ്പോൾ 2000 ലോസ് വരുമ്പോൾ അന്നത്തെ ദിവസം ട്രേഡ് നിർത്താം. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? സ്റ്റിൽ 2000 രൂപയല്ലേ? ഇനി മൂന്നാമത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുത്തു, 2 ട്രേഡ് അടുപ്പിച്ച് പ്രോഫിറ്റ് ആയെങ്കിൽ, അങ്ങനെ ആയെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്? എത്രയാണ്? 8000 റുപ്പീസിലേ? ഓക്കെ, പ്രോഫിറ്റായി. നെക്സ്റ്റ് ട്രേഡ് വീണ്ടും എടുത്തു, ലോസ് ആണെങ്കിൽ 2000 ലോസ്, ട്രേഡ് നിർത്താം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെ ലോസും നമ്മളെ പ്രോഫിറ്റും തമ്മിൽ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. ഒരു ഡെയിലി നമ്മൾ സഹിക്കാൻ തയ്യാറായിട്ടുള്ള ലോസ് എത്രയാണെന്ന് നമ്മൾ ആദ്യമേ തന്നെ ധാരണയിൽ വരുത്തി. ആ ലോസ് വരുമ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലോസ് പെരുകില്ല. റിക്കവറബിൾ അല്ലാത്ത ലോസാണ് നമ്മളെല്ലാ ആൾക്കാരുടെയും പ്രശ്നം. നമ്മളെല്ലാ ആൾക്കാരും മികച്ച ട്രേഡേഴ്സാണ്. കാരണം ട്രേഡിങ്ങിനെ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിവിടെ ഇന്നത്തെ ദിവസം സൺഡേ മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസും മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ ആൾക്കാരും നല്ല ട്രേഡേഴ്സാണ്. പക്ഷേ നമ്മളെല്ലാ ആൾക്കാരും പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ലോസ് വന്നിട്ടുണ്ട്, ആ ലോസ് നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. അതല്ലെങ്കിൽ ആ ലോസ് നമുക്ക് നമ്മുടെ സ്വാഭാവികമായ രീതിയിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ ലോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ലോസ് നമുക്ക് റിക്കവറബിൾ അല്ല. അപ്പോൾ ആ റിക്കവറബിൾ അല്ലാത്ത ലോസുകളെല്ലാം തന്നെ നമുക്ക് ട്രേഡ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഭീമമായ ലോസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഡെയിലി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ഒരു ദിവസം എനിക്ക് മാനസികമായിട്ട് സഹിക്കാൻ തയ്യാറായിട്ടുള്ള ലോസ് ഇത്രയാണ്, അതിൽ കൂടുതൽ ലോസ് വന്നാൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണെന്നുള്ള ഇത് നമുക്കറിയാം. അത് പല ആളുകളുടെയും ഫിഗർ പലതായിരിക്കാം, പല ആളുകളുടെ ക്യാപിറ്റൽ അനുസരിച്ച് പലതായിരിക്കാം ഫിഗർ. എത്രയാണെന്ന് നമുക്ക് സ്വന്തമായിട്ട് അറിയാം. എല്ലാവർക്കും അവരുടെ ക്യാപിറ്റൽ അറിയാം, അവരവർക്ക് സഹിക്കാൻ തയ്യാറായിട്ടുള്ള ലോസ് അറിയാം. ആ ലോസ് വരുമ്പോൾ അന്നത്തെ ദിവസം ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, നെക്സ്റ്റ് ഡേ വീണ്ടും റെസ്യൂം ചെയ്യാം. നെക്സ്റ്റ് ഡേയും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലോസ് എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കണം നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് ഈ ഒരു റേഷ്യോ നമുക്ക് പാലിക്കപ്പെടുകയുള്ളൂ. അതല്ലാതെ പ്രോഫിറ്റ് വരുമ്പോൾ ഒരു 1500 പ്രോഫിറ്റ് കാണുമ്പോൾ ചാടി കയറി ബുക്ക് ചെയ്യരുത്. പ്രോഫിറ്റ് നമുക്ക് ട്രയൽ ചെയ്യാനും കൂടി പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോട്ട് വളരെയധികം പ്രസിദ്ധമാണ്. ബ്രൂസ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബ്രൂസ്ലിക്ക് 10,000 കിക്ക് ചെയ്യുന്ന ഒരാളെ അല്ല പേടി, മറിച്ച് ഒരു കിക്ക് തന്നെ 10,000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത ആളെയാ പേടി. ഇതാണ് ട്രേഡിങ്ങിലുള്ളത്. അതായത് നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ്, ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 1-2 സ്ട്രാറ്റജീസ്, നമുക്ക് നമ്മുടെ ജോലിയോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന സ്ട്രാറ്റജീസ്, നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ സ്പീച്ചസ് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് അഡാപ്റ്റബിൾ ആവണ്ടേ? നമുക്ക് അഡാപ്റ്റബിൾ ആവുന്ന 1-2 കാര്യങ്ങളുണ്ടാവുള്ളൂ. അത് മാത്രം സ്ഥിരമായിട്ട് ചെയ്യുക. ഈ കോട്ട് എപ്പോഴും ഓർക്കുക. കാരണം
അതേ ആ സ്ട്രാറ്റജി തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സ്വാഭാവികമായ രീതിയിൽ നമുക്കതിൽ എക്സൽ ചെയ്യാൻ പറ്റും. ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് ജമ്പ് ചെയ്യുക, അതിൽ നിന്ന് മറ്റതിലേക്ക് ജമ്പ് ചെയ്യുക, നമുക്ക് ഒന്നും തന്നെ എക്സൽ ചെയ്യാൻ പറ്റില്ല. ഒന്നിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇൻപുട്ട് അതിലേക്ക് കൊടുക്കാൻ സാധിക്കില്ല. 1, 2, 3 സ്ട്രാറ്റജി, ഇപ്പോൾ നിങ്ങൾ മൂവിങ് ആവറേജ്, ക്രോസ് ഓവർ, RSI അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. സ്വാഭാവികമായ രീതിയിൽ അതിനെന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടാവാം. അതിലുണ്ടാവുന്ന ഡ്രോബാക്ക് നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ആ സ്ട്രാറ്റജീനെ അവിടെ വിട്ടിട്ട് അടുത്ത സ്ട്രാറ്റജിയിലേക്ക് ജമ്പ് ചെയ്യരുത്. അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ഒരു സ്ട്രാറ്റജിയിലും നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കില്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ട്രേഡിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഒരു മോശം ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മോശം ഹാബിറ്റിനെ ആദ്യം എലിമിനേറ്റ് ചെയ്യുക. അതായത് നല്ല മനുഷ്യനാകുക എന്നുള്ളതല്ല, എല്ലാ ആളുകളും നല്ല മനുഷ്യനാവണം, അത് വേറെ കാര്യം. പക്ഷേ ഒരു ട്രേഡർ എന്ന് പറഞ്ഞ രീതിയിൽ ഒരാളെന്ന് പറയുന്നത് നമ്മൾ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടറുള്ള ആളാണെങ്കിൽ, നമുക്ക് വളരെയധികം ദേഷ്യം പിടിക്കുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ എന്താ സംഭവിക്കുക, നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിവെഞ്ച് ട്രേഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മനസ്സ് വളരെയധികം പീസ്ഫുൾ ആകാൻ ശ്രമിക്കുക. ജലസ് കുറയ്ക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗ അല്ലെങ്കിൽ സോങ് കേൾക്കുക. യോഗയൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ യോഗയിൽ വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു ട്രേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെയധികം ക്ഷമയോടെ ഓരോ ട്രേഡ് എടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞു നിർത്താനായിട്ട് പോകുന്നത് ഈ ടെക്നിക്കൽസ്, ഫണ്ടമെൻ്റൽസ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല ഞാൻ മീൻ ചെയ്തത്, അതിന് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിനെയും കൂടി നമുക്ക് ഷാർപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം മനസ്സിനെ ഷാർപ്പൺ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. എല്ലാ ആളുകളുടെയും മെയിൻ ഫോക്കസ് ഏതെങ്കിലും സ്ട്രാറ്റജീസ് പഠിക്കുക, പെട്ടെന്ന് ക്വിക്കായിട്ട് ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് തേടുക എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാത്തിൻ്റെയും പുറകിൽ ട്രേഡ് ചെയ്യുന്നത് ഇവിടെ 100% സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ അത് കോടികൾ കൊടുത്ത ആളുകൾ വാങ്ങാൻ ഇവിടെ തയ്യാറാണല്ലേ. അതായത് നമ്മളോട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഇമോഷനെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മളെ കൃത്യമായിട്ട് തെറ്റായ ട്രേഡുകൾ ചെയ്യാതിരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ വോളറ്റിലാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ ഡേ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ, ഏതെങ്കിലും ഒരു വാറുണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് വോളറ്റിലാണെന്ന്. പക്ഷേ നമുക്ക് ട്രേഡ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ആളെ സംബന്ധിച്ച് അന്നത്തെ ദിവസം അയാൾ ട്രേഡ് ചെയ്യും. കാരണം അയാളുടെ സംബന്ധിച്ച് അതൊരു അഡിക്റ്റ് ആയിട്ടുണ്ട് ട്രേഡിങ്. അപ്പോൾ അങ്ങനെ അഡിക്റ്റ് ആവാതെ ഇരിക്കുക. മാർക്കറ്റിനോട് പ്രണയം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് മാറ്റി വെച്ചിട്ട് ഇതൊരു ക്യാഷ് വളരെ സ്മാർട്ടായ ആളുകൾ മാത്രം ഇൻട്രാക്ട് ചെയ്യുന്നൊരു മേഖലയാണ്. നമ്മളും വളരെയധികം സ്മാർട്ടായേ പറ്റൂ ഈ ഒരു മേഖലയിൽ കൺസിസ്റ്റൻ്റ് ആവുക. കൂടാതെ തന്നെ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ആദ്യം ചാടി കയറി ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റാതെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റുക. അപ്പോൾ അതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ആയാലും, അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന യോഗ സെക്ഷൻസ്, അതല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകൾ, അതും കൂടി നിങ്ങളുടെ ലൈഫിൽ ഭാഗമാക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. കോഴിക്കോട് വന്നതിലും ഇവിടെ നിങ്ങൾ എല്ലാ ആൾക്കാരെയും കാണാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. Thank you very much. Mr. Nikhil Mohanan, CEO of Brand Stories, to please come on to the stage to hand over the memento to Mr. Siad Ellikal.